ഹലോ എവ്രിവൺ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുമ മിസ് ആണ്. സോ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ എക്സാമിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? എന്നാലും ഇന്നത്തെ ദിവസത്തിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ആരും മറന്നു പോകരുത് എന്നുള്ളത് വിചാരിച്ചിട്ടാണ് മിസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ മക്കളെ, ഇന്നത്തെ ഡേ ഫെബ്രുവരി 28 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ടുഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് നാഷണൽ സയൻസ് ഡേ. അപ്പൊ ഇന്ത്യയിൽ പലതരം ദിവസങ്ങൾ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് 28 ഫെബ്രുവരി, ബിക്കോസ് ടുഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് നാഷണൽ സയൻസ് ഡേ. നിങ്ങളുടെ സ്കൂളുകളിൽ ഇന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എക്സാമിന്റെ തിരക്കിലൊക്കെ ആയിരുന്നോ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഡേ തന്നെ നാഷണൽ സയൻസ് ഡേ ആയിട്ട് ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചു? ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ ഒരു സയന്റിസ്റ്റിനെ കാണുന്നുണ്ട് അല്ലേ? ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹമാണ് CV രാമൻ. നാഷണൽ സയൻസ് ഡേ is celebrated in India on February 28 each year to mark the discovery of the Raman effect by Indian physicist Sir CV Raman on 28 February 1928. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ തന്നെ വളരെ വലിയ കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു സയന്റിസ്റ്റ് ആണ് CV രാമൻ. അദ്ദേഹം കണ്ടുപിടിച്ച ഇഫക്റ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? രാമൻ ഇഫക്റ്റ്. അപ്പോൾ രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ ഒരു ഡേ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രാമൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് എല്ലാ ആളുകളും വളരെയധികം ക്യൂരിയോസിറ്റിയോടെ നോക്കിയ ഒരു ടോപ്പിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 1930 CV രാമന് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. ഏത് സബ്ജക്റ്റിനാണ്? ഫിസിക്സിനാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മറന്നു പോകരുത്. ഇന്ത്യൻ സയന്റിസ്റ്റ് ഹു ബാക്ക് നോബൽ പ്രൈസ് ഇൻ ദ ഇയർ 1913 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് CV രാമൻ തന്നെയാണ് എന്നുള്ള കാര്യം എല്ലാവരും ഓർത്ത് വെക്കുക. സോ എല്ലാ ഇയറിലും അല്ലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സയൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. സോ ഈ വർഷത്തെ സയൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത് എംപവറിംഗ് ഇന്ത്യ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ ഫോർ വികസിത് ഭാരത്. അപ്പോൾ വികസിത ഭാരതം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇന്ത്യയുടെ ഏറ്റവും വലിയ മോട്ടോ എന്ന് പറയുന്നത് അല്ലേ? സോ എംപവറിംഗ് യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള കൊച്ചുകുട്ടികളുണ്ട്, മുതിർന്ന ആളുകളുണ്ട് അല്ലേ? അപ്പോൾ ഈ യൂത്ത് എന്നുള്ള കാറ്റഗറിയെ നമ്മൾ സയൻസിലേക്ക് കൂടുതൽ കൊണ്ടുവരികയും അവർ ഭാരതത്തിൻ്റെ യശസ് ഉയർത്താൻ വേണ്ടിയിട്ട് അല്ലേ, അവർ ഭാരതത്തിനെ പ്രൗഡ് ആക്കാൻ വേണ്ടിയിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി റിസർച്ചിലും അഡ്വാൻസ്ഡ് സയൻസ് റിസർച്ചിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നും ഗ്ലോബൽ ലീഡർഷിപ്പ് ഏറ്റെടുക്കണമെന്നുമൊക്കെയാണ് നമ്മളുടെ ഈ ഒരു തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിനുവേണ്ടി സ്റ്റുഡൻസിന് നിങ്ങൾ ഓരോരുത്തരും അല്ലേ ഭാവിയിൽ ഒരു സയൻറ്റിസ്റ്റ് ആവാൻ സാധ്യതയുള്ള ആളുകളാണ്. സോ സയൻസ് ആൻഡ് ഡെവലപ്മെന്റിൽ ഇന്ത്യ ഇപ്പോൾ വളരെ മുൻപന്തിയിലാണ് അല്ലേ? അപ്പോൾ ആ ഒരു പാരമ്പര്യം എല്ലാവരും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. സോ അതൊക്കെയാണ് ഈ ഒരു ദിവസം ഓർമ്മപ്പെടുത്തുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. സോ മാർക്ക് ദിസ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.